പത്തനംതിട്ട കോന്നി പയ്യനാമൺ പാറമട അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ ആളിൻ്റെ മൃതദേഹം ഇപ്പോൾ മുകളിലേക്ക് കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. ഷെവീദ് റാവുത്തർ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുകയാണ് അപകടസ്ഥലത്ത് നിന്ന്. ഷെവീദ്, ലേറ്റസ്റ്റ് വിവരങ്ങൾ. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ആംബുലൻസിലേക്ക് കയറ്റി ഇതിപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ തൊഴിലാളിയുടെ ബന്ധുക്കളടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ അടക്കം കൺസേണോട് കൂടിയായിരിക്കും തുടർ നടപടികൾ എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും വലിയ ദുഃഖമുണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇന്ന് നടന്ന നീക്കങ്ങൾ അത് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. ഇത്രയും വലിയൊരു ടെറൈൻ, ഇത്രയും തടസ്സങ്ങളുള്ള, ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിൽ ആ രക്ഷാപ്രവർത്തനം നടത്തി. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി പോകുന്ന വാഹനങ്ങളാണ്. അതിനെ അനുഗമിക്കുന്ന സർക്കാർ വാഹനങ്ങളുമുണ്ട്. NDRF സംഘമടക്കം മടങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അവരുടെ ഒരു ദൗത്യം ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ച അവരുടെ ദൗത്യം അത് ഇന്നിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി മറ്റു തുടർ നടപടികളാണ് ഈ വിഷയത്തിൽ ഉള്ളത്. ഈ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ ഇനി ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് നമ്മൾ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായി മാറിയ ലോങ് ബൂം എക്സ്കവേറ്റർ അതുണ്ട് ഇവിടെ. അതടക്കം ഇപ്പോൾ തിരികെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ അത് നമുക്ക് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇത്രയും മണിക്കൂറുകൾ, ഒരു 7:30 മുതൽ ഇത് എത്തിച്ചൊരു 7:30 മുതൽ ഇത്രയും മണിക്കൂറുകൾ നടത്തിയ ശ്രമകരമായിട്ടുള്ള അവരുടെ ഒരു നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ മഴ പെയ്തിരുന്നുവെങ്കിൽ, അത് ആ കാലാവസ്ഥ പ്രതികൂലമായിരുന്നെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്. പക്ഷേ അതുണ്ടായില്ല. 3 മണിക്കൂർ നീണ്ട തിരച്ചിൽ, ആ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ആ മൃതദേഹവുമായി ആംബുലൻസ് ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കോറിയുടെ മറുഭാഗത്താണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് ഇവിടെ നിന്ന് കറങ്ങി താഴേക്ക് വന്ന ഈ പാറ കോറിയുടെ മുൻവശത്ത് ഭാഗത്ത് എത്തിയതിനു ശേഷമായിരിക്കും അവിടെ നിന്ന് പോവുക. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുടെ പ്രതികരണം അത് നമ്മൾ കൂടുതൽ ഈ പാറക്കൂറിയുടെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രതികരണം തേടും. ഏതായാലും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ദൗത്യം, ഒന്നാം ഘട്ട ദൗത്യം പാളിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഈ ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ച് 7:30 മുതൽ നടത്തിയ ദൗത്യത്തിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത്. വലിയ പാറക്കെട്ടുകൾക്ക് നടുവിലായിരുന്നു ഹിറ്റാക്കി, അടിയിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതിപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ക്യാബിന്റെ പാർട്സ് ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ, ക്യാമറമാൻ അഭിജിത്ത് ആ ദൃശ്യങ്ങൾ കാണിക്കും. അതിന്റെ പാർട്സ് ഒക്കെ നമുക്കൊരു ഇതിൽ കാണാൻ സാധിക്കും. ആ പാർട്സ് ഇനി ഉയർത്തണം. 2 തൊഴിലാളികൾ ആ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ മൃതദേഹം കിട്ടിയ തൊഴിലാളി ക്യാബിന്റെ അകത്തും, മറ്റൊരു തൊഴിലാളിയുടെ മൃതദേഹം ഇതിന് തൊട്ട് താഴെ, അതായത് ഒരു 15-20 മീറ്റർ താഴെ മറ്റൊരു തട്ടിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും 2 തൊഴിലാളികളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ, അത് ജില്ലാ കളക്ടർ അങ്ങനെ പറഞ്ഞെങ്കിലും കൂടുതൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം പാറക്കൂറികളിൽ തൊഴിലാളികളെ പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അടക്കമുള്ള വിശദമായ അന്വേഷണം നടത്തും. ഈ അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഷെവീദ് റാവുത്തറാണ് കോന്നി പയ്യനാമണിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് മൃതദേഹവുമായി ആംബുലൻസ് കടന്നു പോകുന്ന ദൃശ്യമാണ് ഏറ്റവും അവസാനം കണ്ടത്.